ഹലോ ഗൈസ്, തറാവി കഴിഞ്ഞതിന് ശേഷം എല്ലാ നാട്ടിലും കാണുന്ന ഒരു വട്ടക്കുള്ളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ നാട്ടിലും ഇങ്ങനത്തെ ഓരോന്ന് മതിയല്ലോ, ഞാനും ഉണ്ട് ഒപ്പം. അങ്ങനെ എങ്ങോട്ടെങ്കിലൊക്കെ വണ്ടി എടുത്ത് പോവാന്ന് പറഞ്ഞ് ഇസ്മായിൽ വണ്ടി സ്റ്റാർട്ടാക്കി. ഇവന്റിയിൽ പിന്നെ 6 കട്ട പെട്രോൾ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. ഇവന്റെ ഡാഡ് റിച്ച് അല്ലെങ്കിൽ ഇവർ റിച്ച. ആ പെട്രോൾ കട്ടിയും വെച്ച് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. എവിടേക്കോ വേണ്ടി ബാക്കിൽ കൂടിയ രണ്ടെണ്ണമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവന്റോടെ പോകാൻ റോഡ് ഇല്ലാത്തതുകൊണ്ടെന്നല്ല, ആ 6 കട്ട കുറണ്ടാ വിചാരിച്ചിട്ട് ഷോർട്ട് വൈ എടുത്ത് പോകും. അങ്ങനെ 2 മിനിറ്റിന്റെ കുത്തിക്കുലുക്കത്തിന് ശേഷം നമ്മൾ അവന്റെ വീട്ടിൽ ഇവന്റോടെ ചെന്നാൽ പിന്നെ വണ്ടി ഷോറൂമിൽ പോയ മാതിരി ഇഷ്ടമുള്ള വണ്ടി നമുക്ക് തെരഞ്ഞെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവന്റെ ഡാഡി അല്ല റിച്ച്, ഇവനാ റിച്ച്. അങ്ങനെ 2 മിനിറ്റിന്റെ വർക്ക് തീർക്കാണ്ടെന്ന് പറഞ്ഞു ആ ഉള്ളിൽ പോയ ആള് പിന്നെ തിരിച്ചു വരുന്നത് 30 മിനിറ്റ്. അങ്ങനെ ലുക്മാൻ പിന്നെ നോമ്പിന് സക്കാത്ത് വാങ്ങാൻ വരുന്ന ആൾക്കാരെ മതി പങ്ങി വരും. വന്നാ പിന്നെ ഒറ്റ ഇരിപ്പാ, കുട്ടീനെ ഉറക്കണ്ടേ. അങ്ങനെ ഇസ്മായിൽ രണ്ടും കൽപ്പിച്ച് കാർ എടുത്തു. ഹലോ പറഞ്ഞോ, ഞങ്ങള് വരുന്നതാണ്. അങ്ങനെ ചക്കന്മാരെ പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മള് 30 മിനിറ്റ് ഓരോ പോസ്റ്റ് ആക്കി ചെക്കന്റെ വർക്ക് ചെയ്യണ്ടേ. അങ്ങനെ ഓരോന്നിനായിട്ട് നമ്മൾ ഉള്ളിൽ കയറ്റാൻ തുടങ്ങി. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്മായിലിന്റെ മുട്ടയാണ്. സോറി, ഇസ്മായിൽ വീട്ടിലേക്ക് വാങ്ങിയ മുട്ടയാണ്. ആ മുട്ട പൊട്ടാതെ നമ്മൾ വണ്ടി എടുത്തു. ശേഷം നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചാൽ ഫ്രെഡോക്ക് നമ്മൾ വണ്ടി എടുത്തു. ഇവന്റെ പോക്കണ്ടാ വിചാരിക്കും ഇവനാണ് ഷോപ്പിന്റെ മുതലാളി. ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോഴേ ഞാൻ അറിയണ്ടേ ഒരു കേക്കിന്റെ ലോകം തന്നെ അതിന്റെ ഉള്ളിൽ ഉണ്ട്. ഇസ്മായിൽ പിന്നെ കയ്യേക്കാതെ ഓൻ അതിന്റെ ഉള്ളിൽ കയറി. ഇവൻക്ക് പിന്നെ ശുദ്ധി കുറച്ച് കൂടുതലായതുകൊണ്ടോ അതേ കൈ. നമ്മൾ അതിന്റെ ഉള്ളിൽ കയറിയപ്പോ ഒക്കെ മെനു കാർഡ് എടുത്ത് വായി. ഇവിടെയുള്ള മെനു അറിയാത്തോണ്ടൊന്നല്ല, ഇത് വീഡിയോയിൽ കാണിക്കാനുള്ള ഷോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പാസ്റ്റി ഓർഡർ ചെയ്ത് നമ്മൾ സിറ്റിംഗ് റെഡി ആക്കലുണ്ട്. ഇപ്പൊ ഇപ്പൊ ചിരിക്കണം എന്തിനാന്നല്ലേ, വണ്ടിക്ക് ഫൈൻ കിട്ടിയതിലുള്ള ചിരിയാണ് ഓൻ ആ ചിരിക്കും. അങ്ങനെ ഓർഡർ ചെയ്ത പാസ്തയും വന്ന് നമ്മളത് കഴിക്കാനുള്ള പരിപാടി. പിന്നെ ഓരോരുത്തർക്കായിട്ട് അധികടാനുള്ള പൊടി നമ്മൾ കൈ കൊടുത്തു. പാസ്ത പിന്നെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് അധികം ഒന്നും പറയാനില്ല. അങ്ങനെ 2 എണ്ണം കഴിച്ച് ഞാൻ ഇസ്മായിലിന് അത് കൊടുത്തു. ബാക്കി പിന്നെ